കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുകയറി. ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് 1,11,080 രൂപയായി ഉയർന്നു. വരും ദിവസങ്ങളിലും വില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള വിപണിയിലും വില ഉയരുകയാണ്. ഇതിന്റെ പ്രതിഫലനം കേരളത്തിൽ പ്രകടമാകും. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു കയറുകയാണ്. വരും ദിവസങ്ങളിൽ വില ഉയരുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നതും. ആഗോള വിപണിയിലും വില ഉയരുകയാണ്. ഇതിന്റെ പ്രതിഫലനം കേരളത്തിലടക്കം പ്രകടമാകും. ഡോളർ സൂചിക താഴ്ന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യവും കുറഞ്ഞു. അതേസമയം ക്രൂഡ് ഓയിൽ വില താഴുമെന്നാണ് കരുതപ്പെടുന്നത്. ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന് 1440 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 180 രൂപയും കൂടി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന്റെ വില 13,885 രൂപയാണ്. 1 പവന്റെ ഇന്നത്തെ വില 1,11,080 രൂപയായി ഉയർന്നു. അതേസമയം വെള്ളിയുടെ വിലയിലും ഇന്ന് ഉയർന്നിട്ടുണ്ട്. ഗ്രാം സ്വർണത്തിന്റെ വില 255 രൂപയായി. 10 ഗ്രാമിന് 2,550 രൂപയുമാണ് വില വരുന്നത്. സ്വർണത്തിന്റെ മറ്റു കാരറ്റുകളിലും വില ഉയർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം വൈകാതെ തന്നെ അയയുമെന്നാണ് കരുതപ്പെടുന്നത്. യുദ്ധം അവസാനിക്കാൻ ആലോചിക്കുന്നതായി ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു. 2 ആഴ്ചക്കകം അമേരിക്കൻ സൈന്യം പിന്മാറുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ വാക്കുകൾ വിപണി ഏറ്റെടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാം. വിപണി പഴയ പോലെ സജീവമായാൽ ഗൾഫിലെയും ഇന്ത്യയിലെയും ആശങ്കകളും നീങ്ങും. മാർച്ച് മാസത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വില 1.26 ലക്ഷം രൂപ വരെ ഉയർന്നിരുന്നു. 99,000 രൂപ വരെ ഇടിയുകയും ചെയ്തു. ഇതിനുശേഷം അല്പമായി ഉയർന്നാണ് സ്വർണ്ണവില എത്തിയത്. ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന പ്രവചനങ്ങളാണ് പുറത്തുവന്നത്. ബാങ്കുകളും നിക്ഷേപകരും കൂടുതലായി സ്വർണത്തിലേക്ക് തിരിച്ചെത്തിയേക്കും. അമേരിക്കൻ സൈന്യം ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ മേഖല വീണ്ടും ശാന്തമാകും. മറ്റു രാജ്യങ്ങളുടെ സഖ്യം തേടുമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. ഇത് വിപണിക്ക് ഇപ്പോഴും ആശങ്കയാണ് സമ്മാനിക്കുന്നത്. എങ്കിലും അമേരിക്കയുടെ പിന്മാറ്റം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം നിലയ്ക്കാനും സഹായിക്കും. ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ പഴയ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.